ചിലപ്പോഴൊക്കെ ഭാഗ്യങ്ങൾ തേടി നമ്മൾ പോകാറുണ്ട്. പലപ്പോഴും ഭാഗ്യങ്ങൾ നമ്മളെയും തേടി വരാറുണ്ട് അല്ലേ? അത്തരത്തിൽ ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ സ്ക്രാച്ച് ടൈമരുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വേദിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു പക്ഷേ 25 വർഷത്തിലേറെയായി 2000-ലധികം വേദികളിലൂടെ നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള രണ്ട് കലാകാരങ്ങളാണ്, താരങ്ങളാണ്. സോ സ്വാഗതം ചെയ്യാം നവീൻ ആൻഡ് അനൂപ്. ഹായ് ഹലോ നമസ്കാരം, ഞാൻ നവീൻ പാലക്കാട്. എൻ്റെ പേര് അനൂപ് പാലക്കാട്. പല ചാനൽ ഷോകളിലൂടെയും എൻ്റെ പെർഫോമൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വർഷങ്ങളായിട്ട് ഞാൻ സ്റ്റേജ് ഷോസും മിമിക്രി, ഇപ്പോൾ ഡബ്ബിങ്ങിൽ സജീവമായി നിൽക്കുന്നു. വെൽക്കം ടു ദ ഷോ. യെസ്, ഞാൻ കുറേ വേദികളിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മൾ സിനിമയിലാണെങ്കിൽ പറയാം ലൊക്കേഷനിലോട്ട് അല്ലേ? നമ്മൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ പറയും സ്റ്റേജിൽ നിന്ന് സ്ക്രീനിലോട്ട്, സ്ക്രീനിൽ നിന്ന് സ്റ്റേജിലോട്ട് അല്ലേ? അങ്ങനെ ഒരു 20-25 വർഷമായിട്ട് 2 പതിറ്റാണ്ടിലേറെയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ എനിക്കൊന്നും അനുവേണ്ട കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ സിൽവർ ജൂബിലി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? പ്രായം കൊണ്ട് മാത്രമല്ല എക്സ്പീരിയൻസ് കൊണ്ടും അല്ലേ നിൽക്കുന്നു എന്നുള്ളത്. അപ്പൊ നമുക്ക് ഏജിൽ എപ്പോഴും നമ്മൾ ചിലപ്പോൾ കുറച്ച് കൂടുതലാണെന്ന് പറയാൻ പഠിക്കും, പക്ഷെ എക്സ്പീരിയൻസിൽ കുറച്ച് കൂടുതലാന്ന് പറയാനല്ലേ നമുക്ക് അത് കുറച്ചൊരു പ്രിവിലേജ് ആണ്, അത് പ്ലസ് ആണ്. സോ അതിൽ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ ഒരുമിച്ച് കിട്ടിയതിൽ. പ്രത്യേകിച്ച് പാലക്കാടൻ ഭാഷകൾ കൊണ്ടും അല്ലെ അനുകരണങ്ങൾ കൊണ്ടും ഒക്കെ പാട്ട് കൊണ്ടൊക്കെ ഇഷ്ടപ്പെടുത്തുന്ന രണ്ട് കലാകാരന്മാരാണ്. ഒത്തിരി സന്തോഷം സ്ക്രാച്ച് ടൈമിന്റെ വേദിയിലെത്തിയല്ലേ. സോ വെൽക്കം ടു ദ ഷോ വൺസ് അഗൈൻ. യെസ്, അപ്പോ ഓൾറെഡി ഭാഗ്യമുള്ളവരാണെന്നുള്ളത് പറയാതെ വയ്യ നിങ്ങൾ അല്ലെ? പക്ഷേ പങ്കെടുത്തു, അതിന്റെ വലിയ ഭാഗ്യം. നമ്മുടെ ഷോയിൽ വരാൻ പറ്റി അല്ലേ? കാണാൻ പറ്റി. തള്ളലിലൂടെ തുടങ്ങിയിട്ടുണ്ട്. ഈ തള്ളല് ശരിക്കും ഉത്തരങ്ങളിലൂടെ കൂടി വരണം എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത അല്ലെ? പ്രത്യേകിച്ച് വിശേഷങ്ങൾക്കൊപ്പം തന്നെ നമുക്ക് ഭാഗ്യം കൂടി തേടി വരുമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ കുറെ ഉണ്ട് പറയാം അല്ലെ? അപ്പൊ നമുക്കത് കേൾക്കാം പോകെ. സോ പ്ലീസ്. ഇവിടെ കൂട്ടിമുട്ടി ആക്ച്വലി ഈ ഒരു വർഷത്തിനിടയ്ക്ക് നിങ്ങൾ എപ്പോഴാണ് കണ്ടുമുട്ടുന്നത്? ശരിക്കും എത്ര വർഷം ഉണ്ടാവും? എന്നെ വന്ന് മുട്ടിയതാ ആണ്. ഞാൻ പണ്ട് ഇങ്ങനെ ആരാധനയോടുകൂടി ഇങ്ങനെ നോക്കിയിരുന്നുണ്ട്. ഇപ്പൊ നോക്കണത് ഏത് POV-ലാ? അതെ, പണ്ട് ആശാനായിരുന്നു. പണ്ട് കുരു, ഇപ്പൊ കുരു ഇന്ന് കുരു പൊട്ടിക്കലാണ്. എത്ര വർഷം ഉണ്ടാവും ഏകദേശം? എന്തായാലും ഒരു 10-20 വർഷം മേലെ ആയിട്ടുണ്ടാവും. വിശേഷങ്ങൾ കുറേ ഉണ്ട്. നമുക്ക് അതിനൊപ്പം തന്നെ 3 റൗണ്ടിലൂടെ പോകണം. എൻ്റെ കയ്യിലുള്ള കാർഡൊക്കെ വാങ്ങി സ്ക്രാച്ച് ചെയ്തിട്ട് കൂടുതൽ എമൗണ്ട് അല്ലെ കൈപ്പറ്റണം. അതിനുള്ള ഭാഗ്യങ്ങൾ കൂടി തുണയ്ക്കണം, നിർഭാഗ്യം തുണയ്ക്കാതിരിക്കട്ടെ. യെസ്, അപ്പോൾ നമ്മൾ 3 റൗണ്ടുകളിലൂടെയാവും പോവാം. 3 റൗണ്ടുകളും സിനിമയായി ബന്ധപ്പെട്ടിട്ടായിരിക്കും, പക്ഷെ 3 തരത്തിലായിരിക്കും. ആദ്യത്തെ റൗണ്ടിൽ 2 ചോദ്യങ്ങളായിരിക്കും നിങ്ങൾ ഫേസ് ചെയ്യുക. 30 സെക്കൻഡ്സ് ആയിരിക്കും ദൈർഘ്യം ഉണ്ടാവുക. അപ്പോൾ അതിനുള്ളിൽ സിനിമയായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഈ കാർഡ് നിങ്ങൾക്ക് സ്വന്തമാക്കി കാർഡ് സ്ക്രാച്ച് ചെയ്യാം, അതിനുള്ള എമൗണ്ടും സ്വന്തമാക്കാം. അടുത്ത റൗണ്ടിൽ വരുമ്പോൾ ഫേസ് ടു ഫേസ് ആയിരിക്കും. നിങ്ങൾക്കുള്ള ചോദ്യം നിങ്ങൾ ഒരാളിലൂടെ തന്നെ ക്ലൂയിലൂടെ വരും. ആൻഡ് ഫൈനൽ റൗണ്ടിൽ അത് ഡ്രോയിങ്ങിലൂടെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പോകെ കൊണ്ടറിയാം നേരത്തെ. ഫസ്റ്റ് റൗണ്ടിലെ ചോദ്യത്തിന് മുമ്പായിട്ട് നമുക്ക് കാർഡ് സെലക്ട് ചെയ്യാം. പ്രായത്തിന് കിട്ടുന്ന അവസരങ്ങളിൽ ആസിദാരെന്ന് പറയുമ്പോൾ തന്നെ മലയാളത്തിൽ സമ്പന്നമാണ് ആ കാര്യത്തിൽ അല്ലേ? അത്തരത്തിൽ ഇഷ്ടപ്പെട്ട ഒരു താരത്തിന് പറയാൻ പറഞ്ഞാൽ ആരായിരിക്കും കുറേ ഇഷ്ടം? അന്നും ഇന്നും ലെജൻഡ് ആയിട്ടുള്ള നമുക്ക് അദ്ദേഹത്തിന്റെ പഴയകാലത്തെ ചിത്രങ്ങൾ കണ്ടാലും നമുക്ക് ചിരി വരും. ജഗതി ചേട്ടൻ അല്ലേ? ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കുറച്ച് ആളായിട്ട് അല്ലെ സിനിമകളും മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആദ്യത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് തന്നെ ജഗതി ചേട്ടൻ ലാലേട്ടൻ കോംബോയിൽ വന്നിട്ടുള്ള 5 സിനിമകളാണ് നിങ്ങൾ പറയേണ്ടത്. സോ യുവർ ടൈം സ്റ്റാർട്ട് നൗ. കിലുക്കം. യെസ്, ഞാൻ പറയാം. പിൻഗാമി. ഇതിവിടെ ആക്ഷൻ മാത്രമേ ഇഷ്ടം പോലെ. പകുതി സമയം ഓൾറെഡി കഴിഞ്ഞു. 15 സെക്കൻഡ്സ് മാത്രമാണ് ബാക്കിയുള്ളത്. ഇത് ആക്ഷൻ മാത്രം നടക്കുന്നുള്ളൂ. ഡയലോഗിൽ വരണം. 10 സെക്കൻഡ്സ് മാത്രം പിന്നിടുന്നു. കൗണ്ട് ഡൗൺ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും. സമയം കൂടെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. 5, 4, 3 ചിത്രങ്ങൾ കൂടെ. 3, ചന്ദ്രലേഖ, 2, 1. എത്ര സിനിമകൾ, പാട്ട് പെട്ടെന്ന് ചോദിക്കുമ്പോൾ യോതൊക്കെ എന്താ പറയാത്തത്? ആദ്യം പറയേണ്ട ചിത്രങ്ങളല്ലേ? പൂട്ടനായിട്ടും അശോകനായിട്ടൊക്കെ നിറഞ്ഞാടിയ സിനിമയാണ്. എനിക്കത് കിലുക്ക് വരുന്നവരിപ്പോ ആദ്യം പറയുന്ന സിനിമകളിൽ ഒന്നായിട്ട് അത് വരുന്നു പ്രതീക്ഷിച്ചു. അപ്പൊ എന്തായാലും ജസ്റ്റ് ഒന്ന് മിസ്സാണ്. എന്നാൽ പോലും ആ കാർഡ് സ്ക്രാച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. ആ കാർഡിൽ ഭാഗ്യമില്ല എന്നാണ് നിങ്ങളുടെ തോന്നലെങ്കിൽ ആ കാർഡ് സ്ക്രാച്ച് ചെയ്തപ്പോൾ കളയാം. ഇനി അതല്ല, അതിന് ചിലപ്പോൾ വലിയ അക്ക അയക്കാം, അത് കീപ്പ് ചെയ്യാം, അടുത്ത റൗണ്ടിലോട്ടും ആ കാർഡുമായിട്ട് തന്നെ മുന്നോട്ട് പോകാം എന്നാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്ത് വേണം? കാർഡുമായി മുന്നോട്ട് പോകണോ അതോ സ്ക്രാച്ച് ചെയ്തിട്ട് ഭാഗ്യമില്ലാത്ത കാർഡായിട്ട്? അപ്പൊ അതുമായി മുന്നോട്ട് പോകാം അല്ലെ? യെസ്. സോ ആ മുന്നോട്ട് പോക്കിലെ അല്ലെ ഇനി ആദ്യ റൗണ്ടിലെ 2ാമത്തെ അവസരം കൂടിയാണ്. സോ ഇവിടെ നഷ്ടപ്പെടുത്തിയത് കൂടെ അതിൽ നേടണം. പക്ഷെ നേടണമെങ്കിൽ ആദ്യം തിരഞ്ഞെടുത്ത കാർഡ് തന്നെയാണ് നിങ്ങൾക്കുള്ള ഏക പോം വഴി അല്ലെ? ഒപ്പം ഉത്തരങ്ങൾ കൂടി വരണം.
യെസ്. അപ്പോൾ സിനിമകളെ പറ്റി വന്ന സമയത്ത് നമ്മളെപ്പോഴും മലയാള സിനിമയെ പറ്റി വാതോരാതെ നമ്മൾ മാത്രമല്ല സംസാരിക്കുന്നത് അല്ലെ, ദേശങ്ങൾക്കപ്പുറം ഭാഷകൾക്കപ്പുറം അല്ലെ, പല പല ലാംഗ്വേജുള്ള നാട്ടുകാരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോണ്ടന്റിനെ കുറിച്ച് സംസാരിക്കുന്നു, നമ്മളെടുക്കുന്ന പ്രമേയത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ. ഇപ്പോൾ പ്രത്യേകിച്ച് അത്തരത്തിൽ ഫീമെയിൽ സെൻട്രിക് സബ്ജക്റ്റുകളൊക്കെ അനവധി നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അത്തരത്തിൽ മലയാളത്തിലെ സ്ത്രീ കഥാപാത്രങ്ങൾ കേന്ദ്ര കഥാപാത്രങ്ങളായി മാറിയ 5 സിനിമകളാണ് നിങ്ങൾ പറയേണ്ടത്. സോ യുവർ ടൈം സ്റ്റാർട്ട് നൗ. ലോക റൈറ്റ് ആൻസർ. കല്ല് കൊണ്ടൊരു പെണ്ണ്. യെസ് റൈറ്റ്. അടിപൊളി. ട്രാക്ക് പിടിച്ചിട്ടുണ്ട് ചോദിച്ചിട്ട് ആ മൂട് പിടിച്ചോ. ചിന്താവിശേഷമുള്ള റൈറ്റ്. രണ്ടും കൂടെ ഇഷ്ടംപോലെ സിനിമകൾ ഈ അടുത്ത കാലത്ത് ചിന്തിച്ചാൽ കിട്ടും. പേടിപ്പിക്കില്ലേ? സമയം പോയിക്കൊണ്ടിരിക്കുന്നത് കൗണ്ടൗണിലോട്ട് മെല്ലെ പോകുന്നു. മഞ്ജു വാര്യരുടെ പടമില്ലേ? ഇഷ്ടം പോലെ ഹൗ ഓൾഡ് ആർ യു? അതെല്ലാം ഒരെണ്ണം ചിന്തിച്ചാൽ കിട്ടും. കൗണ്ടൗൺ സ്റ്റാർട്ട് ചെയ്യണം. So 5 സാൾട്ട് ആൻഡ് പേപ്പർ അല്ല, സാൾട്ട് ആൻഡ് പേപ്പർ അല്ല. 4 3 മഞ്ജു വാര്യരുടെ 2 ഒരുത്തി ഉദാഹരണം സുജാതൊക്കെ പറയായിരുന്നു. പക്ഷെ വന്നത് ഒരുത്തിയാണ്, പക്ഷെ അത് ഫീമെയിൽ സെൻട്രിക് സബ്ജക്ട് ആണ്. റൈറ്റ് ആൻസർ. ഫൈനലി ഒപ്പിച്ചു അല്ലെ. നേരത്തെ ആക്ഷൻ കൊണ്ടായിരുന്നെങ്കിൽ ഇപ്രാവശ്യം പ്രവർത്തി കൊണ്ടും വാക്ക് കൊണ്ടും നേടിയിട്ടുണ്ട്. അതെ, ഞാൻ പറയേണ്ട വിട്ടുകൊടുത്താണ് അല്ലെ. ഞാനവിടെ ചോദ്യം തുടങ്ങുമ്പോഴേ ചിന്ത തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഫൈനലി എന്തായാലും ആ കാർഡ് സ്ക്രാച്ച് ചെയ്യാൻ അവസരം കിട്ടിയിരിക്കുകയാണ്. ഇനി അതിൽ ഭാഗ്യം ഉണ്ടോ എന്നുള്ളത് കൂടിയാണ് അറിയേണ്ടത് അല്ലെ. അപ്പൊ അറിയണം. തെളിഞ്ഞു. എമൗണ്ട് ഉണ്ടോ? ഇല്ല അല്ലേ. അപ്പോ എനിക്ക് തോന്നുന്നു ആദ്യത്തേലുള്ള നഷ്ടപ്പെടുത്തി രണ്ടാമത്തെ തിരിച്ചു പിടിക്കാവുന്നതാണ്. പക്ഷെ അക്ഷരാർത്ഥത്തിൽ ഭാഗ്യവും നിർഭാഗ്യവും ഒരുമിച്ച് എന്നുള്ളത്. കാരണം കിട്ടിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടിയില്ല. പക്ഷെ ഉള്ളതിൽ പകുതി പോവാന്നുള്ളതാണ്. പകുതി പോകാനൊട്ട് നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലതല്ലേ. അപ്പൊ രണ്ടുണ്ട് ഒരുമിച്ച്. ടെൻഷൻ വേണ്ട. അപ്പൊ എന്തായാലും ആദ്യത്തെ കാർഡ് കീപ്പ് ചെയ്ത് തീരുമാനം ശരിയെന്ന് തോന്നുന്നു തെറ്റെന്ന് തോന്നുന്നു? ശരിയാണല്ലോ. എങ്ങനെ ശരിയാവുന്ന വേറെ കാർഡ് എമൗണ്ട് ഉണ്ടെങ്കിൽ അത് കിട്ടിയിരുന്നില്ലേ അല്ലേ. ഫസ്റ്റ് റൗണ്ടിൽ കിട്ടുകയാണെങ്കിൽ ഓക്കെ, രണ്ടാമത്തിൽ വരുമ്പോ എമൗണ്ട് വരില്ല ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും ഇതും രണ്ടും കൂടെ അല്ലെ ചേർത്ത് അടുത്ത റൗണ്ടിൽ പിടിക്കാൻ പറ്റട്ടെ. ഓക്കെ, പിടിക്കാം. നിരാശപ്പെടണ്ട അല്ലെ. നമുക്ക് വീണ്ടെടുക്കാൻ ഇനി റൗണ്ടുകൾ ഇരിക്കുന്നേ ഉള്ളൂ. സോ ഇവരുടെ വീണ്ടെടുക്കുന്ന റൗണ്ടിലേക്ക് നമ്മൾ പോകണം. പക്ഷെ എങ്കിൽ പോലും നമുക്ക് ഉത്തരങ്ങൾക്കും ഭാഗ്യങ്ങൾക്കൊപ്പം തന്നെ നിങ്ങൾ അത്രയും കിടിലൻ 2 ആർട്ടിസ്റ്റുകൾ വന്നിട്ട് അല്ലെ ഓൾറെഡി പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നുണ്ടായിരിക്കും അവരുടെ പെർഫോമൻസ് പല രീതിയിലേക്ക്. പ്രത്യേകിച്ച് പാട്ട് കൊണ്ടാണെങ്കിലും അനുകരണം കൊണ്ടാണെങ്കിലും ഫിഗർ ഷോ ഉണ്ടായിരുന്നു തുടക്കകാലത്ത് അല്ലേ. അപ്പോൾ ഇപ്പോൾ ഡബ്ബിങ്ങിൽ സജീവമാണ് അനുവേട്ടനാണെങ്കിലും. അപ്പോൾ കുറേ അധികം കയ്യിലുണ്ട്. അപ്പം നമ്മൾ നിൽക്കുന്നത് പാലക്കാടിൻ്റെ മണ്ണിൽ കൂടിയാണ്. പാലക്കാടിൻ്റെ ഭംഗിയുള്ള ഭാഷ സംസാരിക്കാൻ കഴിവുള്ള 2 പേര് കൂടിയാണ്. അത് മിമിക്രി രൂപത്തിലും പറയാറുണ്ട്. അല്ലാതെ ഞാനൊരു കൗതുകത്തിൽ ചോദിക്കുകയാണ്, ഒരു പാലക്കാട് ഭാഷയും മറ്റൊരു ജില്ലയും കൂടി ചേർന്ന് ഒരു സംഭാഷണം എങ്ങനെയായിരിക്കും ചോദിച്ചാൽ ഏതൊരു ജില്ലയെ സെലക്ട് ചെയ്യാം? പാലക്കാടിനൊപ്പം ഞാൻ തൃശ്ശൂർ പിടിക്കാം. നമുക്ക് ഒരു കാര്യം ചെയ്യാം. നവീൻ ചേട്ടൻ തൃശ്ശൂർകാരനാവാണ്. കുറച്ച് നേരത്തേക്ക് അനുപേട്ടൻ അല്ലെ സ്വന്തം ജില്ലയിൽ തന്നെ പിടിക്കുകയാണ്. സോ പോയാലോ? റെഡി. ഒരു സംഭാഷണം, ഒരു സംവാദം. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വന്ന് ഒരാളുടെ വീട് ചോദിക്കുകയാണ്. ഓക്കെ. ചേട്ടൻ തൊട്ട് നമസ്കാരം. ചേട്ടൻ നമ്മുടെ മറ്റേ സെൽവേട്ടിന്റെ വീട് എവിടെയാ? സെൽവേട്ടിന്റെ മറ്റേ ചിട്ടി കമ്പനി നടത്തുന്ന സെൽവാട്ട്. ചിട്ടി കമ്പനി നടക്കുന്ന സെൽവേട്ടിന്റെ വീട് എങ്ങനെ പോയത്? ചിട്ടി കമ്പനി നടത്തുന്ന സെൽവാട്ടിന്റെ വീട് പറഞ്ഞ ഇവിടെ നിന്ന് ഉണ്ണി നേരെ അങ്ങനെ നടക്കുക. നേരെ നടന്ന കനാൽ വരമ്പ് കാണും. കനാൽ വരമ്പിന്റെ അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ സുധേവാട്ടിന്റെ വീട് അവിജിമില്ലൊക്കെ ഉള്ളത്. ആ സുധേവാട്ടിന്റെ വീടിന്റെ അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് വലത്തിട്ട് തിരിഞ്ഞ് 4ാമത്തെ വീട് കഴിഞ്ഞിട്ട് ഒരു വക്കക്കുണ്ട കാണും. ആ വക്കക്കുണ്ട കഴിഞ്ഞിട്ട് അതിന്റെ അപ്പുറത്തെ 7ാമത്തെ വീടാണ് സെൽവേട്ടിന്റെ വീട്. എന്താ ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞ സെൽവേട്ട് ബസ്സാ? അയാള് മണ്ണുത്തി പറഞ്ഞ സ്ഥലമില്ലേ, അയാൾ കൂട്ടർ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നേ. അപ്പൊ അവിടെ മറ്റേ നല്ല മഴയുണ്ടായിരുന്നു, സനിസിന് മഴയുണ്ടായിരുന്നു. ഓ അങ്ങനെ മണ്ണുത്തി പറഞ്ഞ സ്ഥലത്തിയും കൊണ്ട് നാട്ടകുത്തി ഇടുത്തു കൂടെ തമിഴ്നാട് ലോറി കയറിയിട്ട് തവള കടക്കണ പോലെ കടന്നു. അതാണ്ടായത്. അതെ, ഞാൻ അതിൽ കുറച്ച് വെടിക്കെട്ട് സംസാരമൊക്കെ വരുത്തി വെച്ചു. കാരണം എപ്പോഴും പറയുന്നത് കാര്യം തൃശ്ശൂർ വെടിക്കെട്ട് പറയുമ്പോൾ ഞങ്ങൾക്ക് നെൽമാറ വല്ലൊക്കെ പുള്ളി വേറെ റൂട്ടിലേക്ക് പിടിച്ചു. തൃശ്ശൂരിനെ ഒഴിവാക്കി. സോ താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞു കംബാക്കിന്റെ റൗണ്ട് കൂടിയാണ് അല്ലെ. കംബാക്കിന്റെ റൗണ്ടിൽ ഇനി മത്സരിക്കുന്നതും നിങ്ങൾ ഫേസ് ടു ഫേസ് നിന്നായിരിക്കും എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അപ്പൊ എന്തായാലും ആ ഒരു ചോദ്യത്തിലേക്കും അറ്റംപ്റ്റിലേക്കും പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഭാഗ്യം ഒളിഞ്ഞിരിക്കുന്ന കാർഡ് കൂടെ ഞാൻ തരാം. ഫുൾ ഗോൾ അടിച്ചോ? നേരത്തെ ഹാഫ് ഗോൾ അടിച്ചു കഴിഞ്ഞാലേ ഒന്നും പോലെ അതേ അവസ്ഥയിൽ നിൽക്കുന്നേ. പിന്നെ നേട്ടങ്ങളുടേത് കൂടി ആവണം അല്ലെ എന്ന് പ്രതീക്ഷയുണ്ട്. സോ ആരാദ്യം വരാൻ പോകുന്നത് എൻ്റെ അടുത്തോട്ട്?
വെറുതെ വായിച്ചോളൂ. ഉറക്കെ വായിക്കാനുള്ള സമയം ഞാൻ തരാം. നേരത്തെ 30 സെക്കൻഡ്സ് ആയിരുന്നെങ്കിൽ ഇത് 1 മിനിറ്റ് സമയം കൂടി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 30 സെക്കൻഡ്സോടെ കൂടുകയാണ്. റെഡി? സോനബേട്ട റെഡിയാണ്, നവീൻ ചേട്ടൻ റെഡിയാണ്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സൗന്ദര്യം വിഴിഞ്ഞൊഴുകുന്ന അമ്മ പെങ്ങന്മാരെ, എൻ്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമല്ല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. രാത്രികൾ പകലുകളാക്കി, പകലുകൾ രാത്രികളാക്കി, ഏകാന്തതയുടെ ഗാനത്തിന് നിശബ്ദതയിൽ നിന്നും പിറക്കിയെടുത്ത പണ്ടെങ്ങോ കേട്ടുമറന്ന എന്തെങ്കിലും പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാഥാർത്ഥ്യം മാത്രമാണ്. ഞാൻ തുടങ്ങട്ടെ. ഇത് നമ്മുടെ ജഗതി ചേട്ടന്റെ അടിപൊളി. ഇത് പേരുകൂടി വരണം. അത് പറയാം, അത് വരണല്ലോ. അതെ, വരണം. Clue പറ്റില്ല. ആ clue കൊടുക്കാതെ നമ്മൾ അർത്ഥമുണ്ടല്ലാണ്. അതെ, ഉത്സവം എന്നുള്ള ഇതാണ്. ഒന്നുകൂടെ പിടിക്കണം, കാരണം തൃശ്ശൂരും പാലക്കാടും ഇതിന് ഭയങ്കര ഫേമസ് ആണ്. ഇത് കേട്ടാൽ ആളുകൾ കൂടും. സമയം പോയിക്കൊണ്ടിരിക്കുന്ന കണ്ണൂരിലോട്ട് പോവാണ്. ഉത്സവമേളം. വരട്ടെ, 10 പൈസ തരണം കേട്ടോ. എന്തായാലും ആ കാർഡ് ഡയലോഗിൽ വന്നെങ്കിൽ ആ ഇമിറ്റേറ്റ് ചെയ്തതിന് ആദ്യം ഒരു കൈ. അടിപൊളി അടിപൊളി. കാർഡ് അവിടെ വെച്ചോളൂ. സ്ക്രാച്ച് ചെയ്ത് നോക്കി. ഞാൻ സ്ക്രാച്ച് നമ്പർ കളിഞ്ഞു വരുന്നു. നമ്പറാണ്. ഈ ഭാഗത്തൊക്കെ ഉണ്ടോ നോക്കിയാ നീ? അതെ, ഇല്ല. രണ്ട് ശ്രമങ്ങൾക്കൊടുവിൽ അല്ലെ ആദ്യ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നു. ഒറ്റക്കല്ല, രണ്ടക്കല്ല, മൂന്നക്കല്ല, നാലക്കാണ് 1250. പൊളി പൊളി. അതാണ്, അത് കലക്കി. എനിക്ക് ഒന്ന് കംബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കിടലും കംബാക്കാണ്. ആദ്യമായിട്ട് അംഗീകരിച്ചു തട്ടി ശിക്ഷകണമല്ലേ? ഗുരുവിന്റെ ഒരു ഇത് കാണിക്കാൻ അതൊക്കെയാണ് പറയുന്നത്. യെസ്, അപ്പൊ എന്തായാലും അത് കൊള്ളാം. അപ്പൊ ഈ കംബാക്ക് അത്രയും സ്ട്രോങ് ആയിട്ട് ഇനി ഇവിടെ നമുക്ക് ഉണ്ടാവട്ടെ. അടുത്തൊരു കാർഡിലോട്ട് കൂടി നമ്മൾ പോവാണ്. വീണ്ടും യെസ്, ഞാൻ എടുത്താൽ മതിയോ? നേരത്തെ ആരെടുത്തേ? നേരത്തെ ഞാൻ എടുത്തു. അതിന്റെ ഒരു അഹങ്കാരം നല്ലപോലെ ഉണ്ട്. അതെ, എന്തെങ്കിലും കുഴപ്പം വരികയാണെങ്കിൽ നേരത്തെ ആദ്യത്തെ എടുത്തേട്ടെ, ഇടയെന്നായിരുന്നില്ല. ഓക്കെ, അല്ല, എന്തെങ്കിലും കുഴപ്പം വരികയാണെങ്കിൽ പൊസിഷന്റെ പ്രശ്നമാണ്. അതെ, അങ്ങനെ പറയാം. അപ്പോ എന്ത് വേണം, നേരത്തെ നവീൻ ചേട്ടൻ വന്നു, പിന്നെ അനുപേട്ടൻ വരണം. മിനിച്ചേക്കണേ. അതെ അതെ. Yes, so guys, your time starts now. Yes, Michael alias Jackson alias Vikram alias എന്താ പന്നി ഉത്തരം പറ. ചതിക്കാത്ത കണ്ടു. അതായിരിക്കും അത്രയും ഐക്കോണിക് ക്യാരക്ടറാണ്. അത് പറഞ്ഞില്ലെങ്കിൽ അതുമായിട്ട് വിളിയിട്ട് തല്ലും. അപ്പൊ രണ്ട് ശ്രമങ്ങളും ഗംഭീര കംബാക്കിലൂടെ നടത്തിയിട്ടുണ്ട്. സോ കൺഗ്രാറ്റുലേഷൻസ്. യെസ് യെസ്, ഇനി അത് ഇവിടെ കൂടെ കാണണം. ഓക്കെ, മൈക്കിൾ ഏലിയാസ് നിങ്ങൾ തന്നെ രാഗനല്ലേ? ഓക്കെ, ധ്യാനിച്ച് എടുത്തോ? സലീമാട്ടിന്റെ അനുഗ്രഹം. അതെ, നേരത്തെ ജയിച്ചേട്ട അനുഗ്രഹം ഉണ്ടായിരുന്നു. ഇനി സലീമേട്ട അനുഗ്രഹം കൂടി സലീം ഉണ്ടാവണം. അനുഗ്രഹം ഉണ്ട്. സലീം ചേട്ടാ 4 3 ഉണ്ട്. അപ്പോ നഷ്ടപ്പെടുത്തിയിട്ടില്ല, നേടിയിട്ടേ ഉള്ളൂ എന്നുള്ളതാണ്. നേരത്തെ 1250 ആയിരുന്നു, പ്ലസ് 300 കൂടെ അല്ലെ, 1550 രൂപയായിട്ട് മുന്നോട്ട് തന്നെയാണ്, അതിൽ സംശയമില്ല. അടിപൊളി അടിപൊളി. മത്സര പോരാട്ടത്തിന്റെ ഒരു 3 റൗണ്ടിലേക്ക് കൂടി നമ്മൾ കിടക്കേണ്ടതുണ്ട്. നമുക്ക് മത്സരത്തിലേക്ക് കടക്കുന്നേക്കാൾ മുമ്പായിട്ട് എപ്പോഴും നമ്മൾ പറയേണ്ടത്, നമ്മുടെ കയ്യിൽ കുറേ നമ്പറുകൾ ഉണ്ടെങ്കിലും അനുകരണം കുറച്ച് സ്പെഷ്യലാണ്. എല്ലാ കാലവും അല്ലെ, മിമിക്രിയോടെ കുറച്ചുകൂടി ആൾക്കുള്ള ഇഷ്ടം, കമ്പം കൂടുതലാണെന്നുള്ളതാണ്. അപ്പം രണ്ടുപേരും കുറേ ആർട്ടിസ്റ്റുകൾ തന്നെ എടുക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ രണ്ടുപേരിൽ മാറി മാറി നമുക്കൊരു അന്താക്ഷരി പാറ്റേണിൽ അക്ഷരങ്ങൾ വെച്ചല്ല, പക്ഷെ ഒരു ആർട്ടിസ്റ്റിന്റെ സൗണ്ടിൽ നിന്ന് അടുത്തൊരു ആർട്ടിസ്റ്റിന്റെ സൗണ്ട് അതിൽ തുടർച്ച എന്നോണം അങ്ങനെ നമുക്ക് എടുക്കാമോ? റെഡി? സാറേ, സാർക്കിന്റെ പ്രശ്നം എന്താണെന്നറിയോ? ആക്ച്വലി ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല. നല്ല രസകരമായിട്ടുള്ളൊരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് വളരെ സന്തോഷമാണ്, പക്ഷെ പല കാര്യങ്ങളിലും കൺഫ്യൂഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് എന്ത് വരും എന്നുള്ള ടെൻഷനാണ്. സാർക്ക് ജയറാമേട്ടൻ എന്താണ് പറയാനുള്ളത്? ഹലോ, എനിക്ക് സത്യം പറഞ്ഞ വല്ലാത്തൊരു ഫീലാ. ഇങ്ങനെ ഒരു നല്ലൊരു കളിയും സ്ക്രാച്ച് ആൻഡ് വിന്നിയുടെ പണവും എല്ലാം വളരെ സംഭവം ഗംഭീരമായിരിക്കണോ? എന്താ പിന്നെ തൻ്റെ അഭിപ്രായം? ரொம்ப சந்தோஷமா இருக்கு. அப்புறம் இந்த ஸ்க்ராட்ச் அண்ட் வின் ஷோவில் கலந்துக்க வாய்ப்பு கிடைச்சால சந்தோஷமா இருக்கு ப்ரோ. நீங்க ரொம்ப ஸ்வீட்டா பண்றீங்க ப்ரோ, வாழ்த்துக்கள். அப்புறம் சூர்யா டிவி நேயர்களுக்கு எல்லாருக்குமே என்னோட வாழ்த்துக்கள் தெரிவித்துக் கொள்கிறேன். தேங்க்யூ.
ആ എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് കയറി വന്നോട്ടെ. 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആകെ കുഴപ്പമാകും. സ്ക്രാച്ച് ആൻഡ് വിന്നിന്റെ എല്ലാ ടീം അംഗങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. പാലക്കാട് വരികയും ഞങ്ങളെ കാണുകയും നിറയെ സമ്മാനങ്ങളൊക്കെ തന്നതിന് ഒരുപാട് നന്ദി. കുറേ നമ്മളുടെ അടിപൊളി. എനിക്ക് തോന്നുന്നു ആർട്ടിസ്റ്റുകൾ മുഴുവൻ അല്ലെ നമ്മുടെ ഫ്ലോറിൽ വന്നൊരു ഫീൽ കൂടിയാണ്. പെട്ടെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? പക്ഷെ പെട്ടെന്ന് പറഞ്ഞതിന്റെ ഒരു ഇതുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഇത്രയും വേദികളുടെ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് പേഴ്സണലി ഉണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് പറഞ്ഞ്, കാരണം ഒരു മുൻകൂട്ടി എന്നുള്ള രീതിയിലേക്ക് ഒരു സൂചന കൊടുക്കാത്ത സ്പോണ്ടേനിയസ് ആയിട്ട് പറഞ്ഞൊരു സാധനമാണോ അത് അതേ രീതിയിലേക്ക് അത് പിടിച്ചു എന്നുള്ളത് തന്നെയാണ്. അവിടെ തന്നെയാണ് എത്രത്തോളം വലിയ കലാകാരാണെന്നുള്ളത് തെളിയിക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അങ്ങനത്തെ ഒരു വിഷ്വൽ ട്രീറ്റ് അല്ലെങ്കിൽ ഒരു ശബ്ദം കൊണ്ട് അത്രത്തോളം ഭംഗിയാക്കി ഈ ഒരു ഫ്ലോറിനെ കൂടി ഭംഗിയാക്കിയല്ലേ. താങ്ക് യു സോ മച്ച്. റെഡി. സോ ഇനി ഭംഗിയാക്കേണ്ടത് എന്താണ്? ഈ ബോർഡാണ്. ആ ബോർഡിലൂടെ നിങ്ങളുടെ ഉത്തരങ്ങളാണ്. ദൈവമേ. അപ്പൊ ആദ്യം ആരാ വരാൻ പോകുന്നത്? ഇങ്ങോട്ട് നേരത്തെ ഒരാൾ വന്നു. ഞാൻ വരാം. യെസ്, എന്റെ വരാ. അതെ. ഓക്കെ, ഇനി ആ പേര് നോക്കിക്കോളൂ. ഇതാണ് സിനിമ. റെഡി. ഇത് ഇനി ആ പേര് അവിടെ എഴുതരുത്, വേറൊന്നും എഴുതരുത്. വരയിലൂടെ തന്നെ ഗസ് ചെയ്യിപ്പിക്കണം. റെഡി? റെഡി ആണ്. അപ്പൊ അതായതുകൊണ്ട് ഇത് എടുത്തോളൂ. സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഉണ്ട്. ആൻഡ് സമയം 1 മിനിറ്റ് തന്നെയായിരിക്കും. ഓക്കെ, റെഡി? സോ യുവർ ക്ലോക്ക് സ്റ്റാർട്ട്സ് നൗ. സിനിമയുടെ പേരാണല്ലേ? ആ, ബോർഡിന്റെ മുഴുവൻ ഇപ്പൊ തീർന്നിട്ട്, പകുതിയിൽ കൂടുതൽ തീർന്നിട്ട്. സോറി. ഓക്കെ, ആലോചിക്കണ്ട. ആ, ഇതാരാണ്? ലേഡിയാണോ? ലേഡിയാണ്. അല്ല അങ്ങനെ ആണോ അല്ലെന്നൊക്കെ വേണമെങ്കിൽ കൊടുക്കാം അല്ലേ? ലേഡിയായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്. ലേഡിയായിട്ട് ബന്ധപ്പെട്ട സിനിമയാണ്. ആ, ഒരു മിനിറ്റ്. ഇതിപ്പോ ഇത് 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ആകെ 1 മിനിറ്റ് നിൽക്കുള്ളൂ. സോറി, നമുക്ക് ആകെ 1 മിനിറ്റ് ഉള്ളൂ. അത് 1 മിനിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതില് 4 സമയം കഴിഞ്ഞു. ഇനിയാണ് വരാൻ പോണേ. ആ, കണ്ണ്. ഓക്കെ. ഇതാണ് ഫസ്റ്റ് സ്ഥാനം. ഞാൻ പറഞ്ഞോട്ടെ, കണ്ണെഴുതി പൊട്ടും തൊട്ടാണ്. അതല്ല, ഞാൻ കണ്ണ് വരച്ചിട്ട് കണ്ണ് തള്ളി പുറത്ത് പോയി. സാധാരണ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പാലക്കാട് പറയും മലമ്പുഴ ഇച്ചിയാണെന്ന് പറയും. അതെ, സാധാരണ രീതിയില് വര കണ്ട് ബാക്കിയുള്ള കണ്ണു തള്ളുക. ഇത് വര കണ്ടിട്ട് വരയ്ക്കുള്ളിലാളെ കണ്ടതല്ലേ. കൃഷ്ണമാരായിട്ട് പുറത്തോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ആ കോൺഫിഡൻസ് വന്നു കണ്ട. ഇനി കണ്ണ് വരച്ചപ്പോ ഇനി ഞാൻ പറഞ്ഞോട്ടെ എന്നുള്ളത്. ഇനി അതുവരെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തുമായിരുന്നു? ആ കണ്ണില് എഴുതുമായിരുന്നു. ഞാൻ വീണ്ടും കൊള്ളാം. അപ്പൊ എന്തായാലും കൊള്ളാം. അടിപൊളി. യെസ്, ഇനി ഇവിടെ അടിപൊളിയാവുമ്പോൾ നോക്കി നോക്കാം. ഓക്കെ, എന്തോ വരുന്നുണ്ട്. അതെ, സംഭവം ഇருக்கு. എന്താണ് ചൊരണ്ടി മൊത്തം പോയി തുടങ്ങിയിട്ട്. അതെ, യെസ്. ആൻഡ് എനിക്ക് തോന്നുന്നു അതിൽ മൊത്തം കാണാനുള്ള ശേഷിയില്ല. പകുതി വായിക്കുമ്പോൾ വിസിബിൾ ആയപ്പോ ആരും മനസ്സിലായപ്പോ കംബാക്ക് അത് മനസ്സിലായപ്പോ അതെ, നഷ്ടപ്പെട്ടിട്ടില്ല, കിട്ടിയിട്ടില്ല. കംബാക്ക് വരാനുള്ള സമയമാണ്. പക്ഷെ ഇനി കംബാക്കിനാണെങ്കിൽ അല്ലെ ഒരൊറ്റ അവസരം കൂടി ഉള്ളൂ എന്നുള്ളതാണ് ഈ റൗണ്ടിലെ. അപ്പൊ എന്തായാലും അതില് അല്ലെ അത് കൂടട്ടെ, ഇരട്ടിയാവട്ടെ. ആൻഡ് ഓൾ ദ ബെസ്റ്റ്. അടുത്ത വര ഇനി അല്ലെ അനുപേണിലോട്ടാണ് പോവേണ്ടത്. അപ്പൊ അതിനു മുമ്പ് ദ ലാസ്റ്റ് ചാൻസ്. ഇപ്പൊ മാറി. അപ്പം അല്ലാതെ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇരിക്കട്ടെ. അടിപൊളി. അപ്പൊ എന്തായാലും കാർഡ് അവിടെ ഉണ്ട്, ബോർഡ് ഇവിടെയുണ്ട്. ഇനി അനുവേട്ടൻ കൂടി ഇവിടെ എത്തണം. ഞാൻ പറഞ്ഞു റെഡി. എന്റെ ചിത്രത്തിനെ കുറ്റം പറഞ്ഞ നല്ല ചിത്രം ആസ്വദിക്കട്ടെ. ഞാൻ നോക്കട്ടെ അല്ലേ? യെസ്, ആ ഒരു വന്നൊരു കോൺഫിഡൻസ് കണ്ട. സിമ്പിൾ. ഓക്കെ, സിമ്പിൾ. സോ റെഡി ആണല്ലോ അല്ലേ? ഇവിടെയും റെഡിയാണ്. സോ ഓൺ യുവർ മാർക്സ്, സെറ്റ്, ഗോ. ഇതേ സാധനം ഭയങ്കര സാധനം കേട്ടോ. അതെ, ഒരു സാധനം ഉണ്ടല്ലോ നമ്മുടെ തീപ്പെട്ടിയിലൊക്കെ ഉള്ള ഒരു സാധനല്ലേ? ആനല്ല, ഗണപതി. അയ്യോ ആന റൂട്ടാണ് പിടിക്കുന്നത് അല്ലേ?
അതിന്റെ വർഗത്തിൽപ്പെട്ട ഒരു സാധനം അവിടെയൊക്കെ അങ്ങനെ മൊത്തം ഇതായിരിക്കും. ആ കുറച്ചുകൂടെ വലുതായി ചിന്തിച്ചു വലുതായി ചിന്തിച്ചാൽ മതി. രാജാവാണ് രാജാവ്. സിംഗം. അല്ല, നമുക്ക് തമിഴോട്ട് വിടും, മലയാളത്തിലോ മതി. മലയാളത്തില് മതി. അത് ഇതിൽ കൂടെ പുറപ്പെടുവിക്കും. അതാണ്. സിംഹവാലൻ. അത് ഞാൻ ഇതിലൂടെ പുറപ്പെടുവിക്കും പറഞ്ഞു. അതാണ്. വേണമെങ്കിൽ ആ സാധനം ഒന്ന് വരച്ചു കൊടുക്കാം, ഒന്നുകൂടെ വരണം. കറക്റ്റ് സിനിമ പേര് വരണം. ആ സിനിമ പേര് എങ്ങനെയാണ് അത് വരണം. ഗർജനം. സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ല, അതിന് പകരം വാക്കുകൾ ഉപയോഗിച്ചു തുടങ്ങിക്കോ. വേണമെങ്കിൽ പകരം പദങ്ങളിലേക്ക് പോവാം. സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഗർജന വളർന്നു, സിംഹം പുലി പുല്ല് തിന്നുന്നു. അതെ, അങ്ങനെ സിനിമയിൽ സിനിമയും കണ്ടു പറഞ്ഞു പക്ഷെ എങ്ങനെയാന്നുള്ളത് കിട്ടിയിട്ടില്ല. അതെ, ഉത്തരം കറക്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇരിക്കോ ഭാഗ്യം എന്നറിയില്ല. കാരണം നമുക്ക് കംബാക്ക് കിട്ടി, ഹാഫ് കോൺ കിട്ടി. ഞാൻ അവിടെ ഒളിഞ്ഞിരിക്കുന്ന ഒരാൾ കൂടി ഉണ്ട്. എന്താണ് ഓൾ കോൺ. അതേപോലെ തന്നെ ഡബിൾ അപ്പ് ഉണ്ട് അല്ലേ? പറയുമ്പോ എല്ലാം പറഞ്ഞു അല്ലേ? യെസ്, ആൾഗോണ് വന്നിട്ട് തനി സ്വഭാവങ്ങളാണ്. അല്ല, നമുക്ക് നോക്കാം. മൂന്ന് റൗണ്ടുകളിലെ 6 അവസരങ്ങൾ, അതിൽ കിട്ടിയ ബെസ്റ്റ് എമൗണ്ട് ഏറ്റവും അവസാനത്തെ അവസരമായിരുന്നു. ലാസ്റ്റ് കാർഡിലും ഉണ്ട് പിടി എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതുവരെ നേടിയതല്ലേ 1550. അതിനേക്കാൾ രസം എന്താ അറിയോ, ഡബിൾ അപ്പ് ആവണേന്ന് പ്രാർത്ഥിച്ചേ. അങ്ങനെയാണെങ്കിൽ തന്നെ ടോട്ടൽ 3200 വരുള്ളൂ. ഇതിൽ തന്നെ 3000 കിട്ടി. അപ്പൊ ടോട്ടൽ 4550. അടിപൊളി. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ എന്തായാലും മെല്ലെ മെല്ലെ തുടങ്ങി അല്ലെ. അത് അവസാനം ആ ഒരു പീക്കിൽ പിടിക്കാന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ എത്തി എന്നുള്ളത് തന്നെയാണ്. അത് നല്ല അടിപൊളി കളിയായിരുന്നു. ഓക്കെ, സന്തോഷായില്ലേ? ഡബിൾ അപ്പ് പ്രതീക്ഷവർക്ക് അതിന് മേലെ കാത്തു വെച്ചൊരു കാർഡ് കൂടിയായിരുന്നു അല്ലെ. ഒറ്റയടിക്ക് ടോട്ടൽ എമൗണ്ടിന് അല്ലെ കവച്ച് വെച്ചു. എനിക്ക് തോന്നുന്നു അതിന്റെ 3 ഇരട്ടിയാക്കി മാറ്റി എന്നുള്ളത് തന്നെയാണ് അല്ലെ. അപ്പൊ എന്തായാലും 4550 എത്തി നിൽക്കുകയാണ്. ഭയങ്കര സന്തോഷം. ആ സന്തോഷം വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? അതല്ല, ചെറുതടിക്കുന്നൊന്നും പറയുന്നത്. സന്തോഷം വരുമ്പോ പാട്ട് പാടും അല്ലെ. അപ്പൊ പാട്ട് കൂടെ നമുക്ക് വേണം. പിന്നെന്താ, ഇൻസ്ട്രുമെന്റ് വരെ ഇവിടെ ഉണ്ട്. അതെ, കൊട്ടാൻ പറഞ്ഞതാണ്. ചെമ്പക പൂമെനിയാണ് ചന്ദന തളിലസലളിതം, ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ, ചാരുറ്റ താരുണ്യ രാഗമാണ്. ചെമ്പക പൂമെനിയാണ് ചന്ദന തളിലസലളിതം, ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ, ചാരുറ്റ താരുണ്യ രാഗമാണ്. പണ്ടൊരു നാള് പാത്തുമോള് ഉമ്മയരുകിൽ നിന്നു കൊഞ്ചി, ഉമ്മ എനിക്കിന്നൊരാശയാണ്, പുന്നര പൂമര കാഴ്ച കാണാൻ. ചെമ്പക പൂമെനിയാണ് ചന്ദന തളിലസലളിതം, ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ, ചാരുറ്റ താരുണ്യ രാഗമാണ്. ഇനി പാചകം അറിയില്ല എന്ന പേടി വേണ്ട. ഖദീജ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ആത്മവിശ്വാസത്തോടെ പാചകം ചെയ്യാം. ഖദീജ ഫുഡ്സിന്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. കോട്ടയം ജില്ലയിൽ നിന്ന് പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ ഒന്നും ചേർക്കാത്ത ശുദ്ധമായിട്ടുള്ള ശർക്കര പാനീയത്തിൽ തയ്യാറാക്കിയ കപ്പിൾ മിഠായികളും എള്ളുമിഠായികളും ഒരു സ്പെഷ്യൽ ഓർമ്മ ഫുഡ്സിന്റെ ഗിഫ്റ്റ് ആണ്. മനുഷ്യന്റെ ആരോഗ്യം ക്ഷയിപ്പിക്കുന്ന ഫുഡ് കളേഴ്സോ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കാത്ത ശുദ്ധമായിട്ടുള്ള എണ്ണയിൽ തയ്യാറാക്കിയ പിക്കിൾസ് തയ്യാറാക്കുന്ന അഫിയ ഷിപ്പിന്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടിയാണ്. EIQ കോസ്മെറ്റിക്സിന്റെ ഒരു ഗിഫ്റ്റ് കൂടിയാണ്. പ്രത്യേകിച്ച് റീജിയൻ ക്ലൈമറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കൂടിയാണ്. അപ്പം ഇതേപോലെ ഇനിയും മത്സരവേദിയുടെ ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ വേദി ഇനിയും കളമൊരുങ്ങും. അവിടെ നമുക്ക് പുതിയ താരങ്ങളായിട്ട് വീണ്ടും കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ